നരേന്ദ്രമോദി സർക്കാരിനെ താഴെയിറക്കാൻ വേണ്ടിയാണ് ഈ ഒരു ഡിജിറ്റൽ പാർട്ടി തുടങ്ങിയത്. അതായത് കോക്രോച്ച് ജനറ പാർട്ടി. ഈ പാർട്ടിയിൽ ചേരണമെങ്കിൽ ചില യോഗ്യതകളുണ്ട്. അതായത് ജോലി ഉണ്ടാകാൻ പാടില്ല യുവാക്കൾക്ക്, മടിയൻ ആകണം എന്നൊക്കെയാണ് ഈ പാർട്ടിയിലെ ചേരുന്നതിന് വേണ്ടിയുള്ള നടപടിക്രമങ്ങൾ. കോക്രോച്ച് ജനറ പാർട്ടി എന്ന കൂട്ടായ്മയെ കേവലം ഒരു തമാശയായല്ല, മറിച്ച് ജനങ്ങളെ കൂട്ടത്തോടെ തെരുവിലിറക്കാനും വിദേശ ഇടപെടലുകൾക്കും ആസൂത്രിതമായി അശാന്തി സൃഷ്ടിക്കാനും കെൽപ്പുള്ള ഒരു പ്ലാറ്റ്ഫോമായാണ് സുരക്ഷാ വിഭാഗം ഇതിനെ വിലയിരുത്തുന്നത്. ഈ പാർട്ടി വലിയ രീതിയിൽ തന്നെ വാർത്തകളിൽ ഇടം പിടിച്ചതോടെ IBയും റോയും അടക്കമുള്ള കേന്ദ്ര ഏജൻസികൾ ഒരു പ്രാഥമികമായ ഒരു അന്വേഷണം അവർ തുടങ്ങിയതാണ്. ആ അന്വേഷണത്തിലാണ് ഇതിന്റെ ഫണ്ട്, ഇതിന്റെ സോഴ്സുകൾ എവിടെ നിന്നാണ് വരുന്നുവെന്ന് ഞെട്ടിക്കുന്ന വിവരങ്ങൾ IB പങ്കുവച്ചത്. തൊഴിലില്ലായ്മയ്ക്കും ഭരണകൂട നയങ്ങൾക്കുമെതിരെ സാമൂഹിക മാധ്യമങ്ങളിൽ പരിഹാസ രൂപേണ ഉയർന്നു വന്ന ഒരു മീം പ്രസ്ഥാനം ഇപ്പോൾ ഇന്ത്യയുടെ സുരക്ഷാ ഏജൻസികളുടെ കടുത്ത നിരീക്ഷണത്തിലാണ്. വൈറലായി പടരുന്ന കോക്രോച്ച് ജനറ പാർട്ടി എന്ന കൂട്ടായ്മയെ കേവലം ഒരു തമാശയായല്ല, മറിച്ച് ജനങ്ങളെ കൂട്ടത്തോടെ തെരുവിലേക്ക് ഇറക്കാനും വിദേശ ഇടപെടലുകൾക്കും ആസൂത്രിതമായി അശാന്തി സൃഷ്ടിക്കാനും കെൽപ്പുള്ള ഒരു പ്ലാറ്റ്ഫോമായാണ് സുരക്ഷാ വിഭാഗം ഇതിനെ കാണുന്നത്. രാജ്യസുരക്ഷയ്ക്ക് ഭീഷണിയാണെന്ന് ഇന്റലിജൻസ് ബ്യൂറോയുടെ മുന്നറിയിപ്പിനെ തുടർന്ന് ഈ ഗ്രൂപ്പിന്റെ എക്സ് അക്കൗണ്ട് ഇന്ത്യയിൽ റദ്ദാക്കാൻ കേന്ദ്ര സർക്കാർ നിർദ്ദേശം നൽകിയത് കഴിഞ്ഞ ദിവസമാണ്. അതിലൂടെ വലിയ രീതിയിലുള്ള ആശങ്കകൾ ശക്തമാവുകയാണ്. സുരക്ഷാ ഉദ്യോഗസ്ഥർ പരിശോധിച്ച റിപ്പോർട്ടുകൾ പ്രകാരം കോക്രോച്ച് ജനറ പാർട്ടി എന്ന പേരിൽ ഇപ്പോൾ പ്രവർത്തിക്കുന്ന പ്രധാന ഗ്രൂപ്പുകളിൽ ചിലത് കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി പലതവണ പേരും ചിഹ്നവും മാറ്റിയവയാണ്. 2021 ഫെബ്രുവരിയിൽ ആം ആദ്മി പാർട്ടി ഗുജറാത്ത് എന്ന ഗുജറാത്തി പേരിൽ ആരംഭിച്ച ഒരു പേജാണ് ഇതിൽ പ്രധാനപ്പെട്ടത്. ഗുജറാത്തിലെ ആം ആദ്മി പാർട്ടി അനുഭാവിയുടേതാണെന്നോ അല്ലെങ്കിൽ ഒരു ഫാൻ പേജായോ ആയിരിക്കാമെന്നാണ് ഇന്റലിജൻസ് വൃത്തങ്ങൾ ഇതിനെ നോക്കിക്കാണുന്നത്. അങ്ങനെയാണ് ഇത് ആദ്യം പ്രവർത്തിച്ചിരുന്നത്. പിന്നീട് 2021 ഒക്ടോബറിൽ സമ്പത് നോ സർവാനോ എന്ന പേരിലേക്ക് മാറിയ ഈ പേജ് വീണ്ടും ആം ആദ്മി ഗുജറാത്ത് എന്ന പേരിലേക്ക് തന്നെ തിരിച്ചെത്തി. ഒടുവിൽ ഈ വർഷം മെയ് 21 കോക്രോച്ച് ജനറ പാർട്ടി എന്ന് പുനർനാമകരണം ചെയ്യപ്പെട്ടതായി ഇന്റലിജൻസ് വൃത്തങ്ങൾ കണ്ടെത്തുന്നത്. CJP സ്ഥാപകനായ അഭിജിത് ദീപ്കെ 2020-നും 2023-നും ഇടയിൽ ആം ആദ്മി പാർട്ടിയുടെ സോഷ്യൽ മീഡിയ സ്ട്രാറ്റജിസ്റ്റായും തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിലും സജീവമായി പ്രവർത്തിച്ചിരുന്ന ഒരു വ്യക്തിയാണ്. ഇപ്പോൾ അമേരിക്കയിലാണ് അഭിജിത് ദീപ്കെ നിൽക്കുന്നത്. ഡൽഹിയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഉടൻ അറസ്റ്റ് ചെയ്യാനായിട്ട് ഇന്റലിജൻസ് ബ്യൂറോയും ഡൽഹി സ്പെഷ്യൽ സെല്ലും ഇങ്ങനെ കണ്ണുനട്ട് ഇന്ദിരാഗാന്ധി വിമാനത്താവളത്തിലേക്ക് നോക്കിയിരിക്കുകയാണ്. കൂടാതെ അതിനുള്ള നോട്ടീസുകളും എമിഗ്രേഷൻ വിഭാഗത്തിന് കൊടുത്തു കഴിഞ്ഞു. ഇനി ദീപക് വന്നില്ലെങ്കിൽ, അതായത് അഭിജിത് ദീപ്കെ വന്നില്ലെങ്കിൽ അമേരിക്കയിൽ നിന്ന് അവിടെ നിന്ന് തന്നെ ഇങ്ങോട്ടേക്ക് കെട്ടിക്കെട്ടിക്കാനുള്ള എല്ലാ നീക്കങ്ങളും കേന്ദ്ര ഏജൻസികൾ തുടങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. 2020 ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യുവാക്കളെ ആകർഷിക്കുന്നതിനായി മീമുകൾ അടിസ്ഥാനമാക്കിയുള്ള ഡിജിറ്റൽ ക്യാമ്പയിനുകൾക്ക് അദ്ദേഹം നേതൃത്വം നൽകിയിരിക്കുകയാണ്. ഒരു പ്രാദേശിക രാഷ്ട്രീയ ഫാൻ പേജ് പെട്ടെന്ന് ദശലക്ഷക്കണക്കിന് ആളുകളെ ആകർഷിക്കുന്ന രാജ്യവ്യാപകമായ ഭരണവിരുദ്ധ മീം പ്രസ്ഥാനമായി മാറ്റിയതിന്റെ പിന്നിൽ ഈ തുടർച്ചയായ പേരുമാറ്റങ്ങളെ സുരക്ഷാ ഏജൻസികൾ വലിയൊരു മുന്നറിയിപ്പായാണ് കാണുന്നത്. തുടക്കത്തിൽ രാഷ്ട്രീയമായി തോന്നുമെങ്കിലും ഇതിന്റെ നിരുപദ്രവകരമെന്ന് തോന്നുന്ന പല കാര്യങ്ങളും ഇപ്പോൾ തമാശ രൂപേണയുള്ള കൂട്ടായ്മകൾക്ക് പിന്നിൽ ജനങ്ങളെ നേരിട്ട് തെരുവിലിറക്കാനുള്ള ഒരു ശേഷിയുണ്ടെന്നാണ് ഉദ്യോഗസ്ഥരുടെ വിലയിരുത്തൽ. ഇന്റർനെറ്റ് തമാശകളായി തുടങ്ങി പിന്നീട് വലിയ ജനകീയ പ്രക്ഷോഭങ്ങളിലേക്കും സർവകലാശാലകളിലെ സമരങ്ങളിലേക്കും നയിച്ച ആഗോളതലത്തിലെ ചില ജെൻസി പ്രസ്ഥാനങ്ങളെ ഇതിന് ഉദാഹരണമായി ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഇന്ത്യക്ക് പുറത്തുള്ള ഈ പ്രസ്ഥാനത്തിന്റെ ഡിജിറ്റൽ സാന്നിധ്യമാണ് മറ്റൊരു പ്രധാന ആശങ്കയായി ആഭ്യന്തര അന്വേഷണത്തിൽ ഉയർന്നു വരുന്നത്. ഈ കൂട്ടായ്മയുമായി ബന്ധപ്പെട്ട ടെലിഗ്രാം ചാനലുകളിലും സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിലും വിദേശത്തുള്ള ഫോളോവേഴ്സിനെ അതിന്റെ പങ്കാളിത്തത്തെക്കുറിച്ച് സുരക്ഷാ ഏജൻസികൾ അന്വേഷിച്ചു വരികയാണ്. ലിങ്ക് ചെയ്യപ്പെട്ടിട്ടുള്ള ടെലിഗ്രാം ഗ്രൂപ്പുകളിലെ പ്രാരംഭ അംഗങ്ങളിൽ പലരും വിദേശ വേദികൾ ഉപയോഗിച്ചവയാണെന്ന് ചില അക്കൗണ്ടുകൾ പാകിസ്ഥാൻ ഉൾപ്പെടെയുള്ള വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ളതാണെന്ന് ഉദ്യോഗസ്ഥർ കണ്ടെത്തിയിരിക്കുകയാണ്. കൂടാതെ ഫെബ്രുവരി മുതൽ തന്നെ നിലവിലുണ്ടായിരുന്ന ചില ടെലിഗ്രാം ചാനലുകൾ പിന്നീട് CJPക്ക് വേണ്ടി മാറ്റി എഴുതിയതാണോ എന്ന കാര്യവും അന്വേഷണ പരിധിയിലുണ്ട്.